ഒപ്പിടാനുള്ള പേപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് തരൂ. ഇത് 15-ാം തീയതി അയക്കേണ്ടതല്ലേ? 25-ാം തീയതി കൊടുത്താൽ മതിയെന്ന് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 18-ാം തീയതി ബോർഡ് മീറ്റിംഗ് ഉണ്ട്. നീ അതിൽ അറ്റൻഡ് ചെയ്യണം. ഞാൻ പോവാം. നിനക്ക് വല്ലതും പറയാനുണ്ടോ? ഇല്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നീ വരുന്നോ? നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഞാൻ വരുന്നില്ല. നിനക്ക് എന്ത് പറ്റി? ഞാനിവിടെ സ്വൈരമായി നിരുന്നോട്ടെ, നീ പോ. ഓ, എനിക്ക് മനസ്സിലായി. ആ പെണ്ണിനെ കുറിച്ചുള്ള ഓർമ്മയായിരിക്കും. ഓർക്കാൻ പറ്റിയ ഒരു പെണ്ണ്. കുറഞ്ഞ പക്ഷം പെണ്ണുങ്ങളുടെ കാര്യത്തിലെങ്കിലും നീ എന്നെ ഗുരുവായി സ്വീകരിക്കണം. എങ്കിലേ നീ ഗുണം പിടിക്കും. രവി, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നീ ഇടപെടരുതെന്ന്. അവളിപ്പോ നിന്റെ മാത്രം പ്രശ്നമല്ല, മറ്റു പലരുടെയും പ്രശ്നമാണ്. രവി, അനാവശ്യം പറയുന്നു. നിനക്ക് അവളോട് അത്രയും സ്നേഹമുണ്ടല്ലേ? എങ്കിൽ അവൾ നിന്നെ ഭയങ്കരമായി വഞ്ചിച്ചിരിക്കും. നിന്റെ കൂടെ കഴിയുന്ന പെണ്ണുങ്ങളെ പോലെ നീ അവളെ കാണരുത്. പെണ്ണുങ്ങളെല്ലാവരും ഒരേ തരക്കാരാണ്. സാഹചര്യം അനുസരിച്ച് അവർ മാറും. ഇന്നലെ വരെ അവൾക്ക് നീയായിരുന്നു, ഇന്ന് പ്രസാദ്, നമ്മുടെ ആ ദേവകി ടീച്ചറുടെ ബ്രദർ. അവനും അവളും കൂടെ അഴിഞ്ഞാടുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ഞാൻ വന്നത്. ശരി, കുറച്ചു ദിവസത്തെ പരിചയം കൊണ്ട് അവൾ നിന്റെ എല്ലാമാണെന്ന് അവൾ നിന്നെ ബോധ്യപ്പെടുത്തി. പ്രസാദ് ഇപ്പൊ ആ വീട്ടിലാണ് താമസം. അവൾക്ക് അടുത്തിടപഴകാനും കൂടുതലായിട്ട് അടുക്കാനും അവനുമായിട്ടല്ലേ സാധ്യത. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാം പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഇത് പറയേണ്ടത് നിന്റെ ആവശ്യമാണ്. അവൾ അത്രമാത്രം വിലപ്പെട്ടതായി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നേരത്തെ ശ്രമിച്ചിരുന്നെങ്കിൽ എന്റെ കിടക്കയിൽ കൂട്ടിന് അവളും ഉണ്ടാകുമായിരുന്നു. രവി, സൂക്ഷിച്ച് സംസാരിക്കണം. നീ ആയതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പലതും കണ്ടിട്ടാണ് വരുന്നത്. നീ എന്ത് കണ്ടു? ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. നേരിട്ട് പോയി കണ്ടു ബോധ്യപ്പെടുന്നതാണ് നല്ലത്. ഈ മരുന്ന് വാങ്ങി ഇപ്പൊ 2 ഔൺസ് കൊടുക്കണം. കാര്യം ശരിയാ. പക്ഷെ സതി ടീച്ചറും പ്രസാദ് സാറിന് വളച്ചെന്ന് പറഞ്ഞില്ലേ, അതുള്ളതാ. അവരോരോന്ന് കാണിക്കുന്ന കാണുമ്പോ എന്റെ ഭഗവാന് ഈ 2 കണ്ണും കുത്തി പൊട്ടിച്ചാൽ എന്താണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ എന്താ കടുകை ചെയ്യാത്തത്? കഴുകി കൂട്ടി ദൈവം എനിക്ക് 2 കണ്ണ് വന്നിട്ടുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാന്? ഇതൊക്കെ കണ്ടും കേട്ട് നമ്മളിങ്ങനെ ജീവിക്കുക. നീ എന്തൊക്കെ കണ്ടു? ഞാൻ പറയാം സാറേ. താടി ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചു, തലപൊക്കൂ. അപ്പൊ തല ഇങ്ങനെ പൊക്കി, എന്നിട്ട് കെട്ടി ഒറ്റപ്പെടുത്താൻ ഇങ്ങനെ പിടിച്ചു. അപ്പൊ കൈവരിൽ ഒരു സ്ഥലത്തുമുണ്ട്. അപ്പൊ പെണ്ണ് ഇങ്ങനെ കുണിക്കിരിക്കും. ഇതാണ് പട്ടാളക്കാരന്റെ പ്രേമം. പട്ടാപ്പകല് ആളുകൾ കാണുകെ ഇങ്ങനെയൊക്കെ പ്രേമിച്ചാൽ കാണാത്തപ്പോ ഇവരെന്തൊക്കെ ചെയ്യും? ദേവകി ടീച്ചറാണെങ്കിൽ ആശുപത്രി, പട്ടാൾക്കാരനും പെണ്ണും വീട്ടിൽ ഒറ്റയ്ക്ക്. സുഖം. എന്റെ സാറേ, ഈ കാര്യത്തിൽ സാറിനേക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. രവി സാറിന്റെ ഇടപാടുകൾ കണ്ട് മനസ്സ് മടുത്തിരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ പെണ്ണുമായിട്ട് സാറിന്റെ ആത്മാർത്ഥ പ്രേമം. അത് കണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പട്ടാളക്കാരൻ കുറുകെ വന്ന് വളച്ചത്. പോയി സാറേ, പോയി. രവി സാറ് പറയുന്നത് ശരിയാണ്. പെണ്ണുങ്ങൾ ഒന്നിനും വിശ്വസിച്ചൂടാ. ഞാൻ പറഞ്ഞു സാറ് വിശ്വസിക്കണ്ട. സാറ് വന്നത് ആരും അറിയണ്ട. പട്ടാൾക്കാരൻ വീട്ടിലുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പെണ്ണും വരും. രാത്രി ആരും അറിയാണ്ട് സാർ അവിടെ ചെന്നാൽ അവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് സാറിന്റെ കണ്ണോട് കാണാം. പതുക്കെ പതുക്കെ നല്ലപോലെ തിരുമിയാലേ വേദന മാറൂ. കൂടുതലൊന്നും വരാതിരുന്നത് നന്നായി. കൂടുതലെന്താ വരിക? മരണം. വെറുതെ മായും വെച്ചോരൊന്നും പറയാതെ. സതിക്കറിയില്ല. കാശ്മീരിൽ വെച്ച് ഞാൻ മോട്ടോർ സൈക്കിളിൽ പോവുകയായിരുന്നു. ഒരു അപകടം.
19 അടി പൊങ്ങി, ഒരൊറ്റ വീഴ്ച. 3-ാമത്തെ ദിവസം ആശുപത്രിയിൽ വെച്ചാണ് കണ്ണു തുറക്കുന്നത്. ശരീരം മുഴുവൻ സൂചി കുത്തി തറയ്ക്കുന്ന പോലെ വേദന. അപ്പോഴാണ് ബോധമില്ലാതെ കിടക്കുന്നതിന്റെ സുഖമറിയുന്നത്. അതുകൊള്ളാം. ബോധമില്ലാതെ കിടക്കുന്നത് ഒരു സുഖമാണോ? സതി എന്റെ കൂടെ മോട്ടോർ സൈക്കിളൊന്ന് കയറും, ഞാനൊരു ആക്സിഡന്റ് ഉണ്ടാക്കാം. ഒരേ ദിവസം കിടക്കുന്ന മാതിരി. അപ്പോഴറിയാം ബോധക്കേടിന്റെ സുഖം. എപ്പോ? ദേവക ടീച്ചറില്ലേ? ഇല്ല, ആസ്പത്രിയിലാണ്. ഓഹോ, അപ്പോൾ സൗകര്യമായല്ലോ. അയ്യോ, പ്രസാദ് ചേട്ടനുണ്ട്. ഞാനത് അറിഞ്ഞിട്ടാണ് വന്നത്. എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? സംസാരിക്കുകയല്ലേ വേണ്ടത്, നിന്നെ കൊല്ലുകയാണ് ചെയ്യേണ്ടത്. ഞാനല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനകം അത് സംഭവിച്ചിട്ടുണ്ടാവുമായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി എന്നാണ് പറയുന്നത്? ഇവനും നീയുമായിട്ടുള്ള ബന്ധം. വിജയൻ, നിങ്ങൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒറ്റ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളൂ. ഇവൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിച്ചത്, എന്റെ ഭാര്യയായി എന്റെ കൂടെ മാത്രം കഴിയുമെന്ന് കരുതിയത്. അയ്യോ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ ഇനിയും എന്റെ മുമ്പിൽ നല്ലോണം ആശ്രയിക്കരുത്. ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? എനിക്കത് പറയാൻ ലജ്ജയുണ്ടടി. വിജയൻ, അത് നിരപരാധിയാണ്. ഇത് പറയേണ്ടത് നിന്റെ ഒരു ആവശ്യമാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. നിങ്ങൾക്കറിയുന്നത് പോലെ ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല. നീ എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ വരവും കാത്ത് ഇത്രയും നാൾ ഇവിടെ കഴിഞ്ഞതിന് ഇതാണോ നിങ്ങൾ എനിക്ക് തരുന്ന പ്രതിഫലം? നീ എന്നോട് കാണിച്ച വഞ്ചനയ്ക്ക് ഇത്രയും കരഞ്ഞാൽ പോരാ, ജീവിതം മുഴുവൻ കരയണം. ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കൂ. നിന്നെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. എടി, ദേവകി ടീച്ചർ ആശുപത്രിയിലായിരുന്ന അവസരത്തിൽ ആ മുറിയിൽ എന്ത് സംഭവിച്ചു നിനക്കറിയാം. അന്ന് നിനക്ക് ഞാനായിരുന്നു, ഇന്ന് ഇവൻ. നിനക്ക് ആരെങ്കിലും മതി. ഭാഗ്യത്തിന് വിവാഹത്തിന് ശേഷം ഞാനും നീയുമായി ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ പോവുകയാണ്. വിജയൻ, പ്രസാദ്, നിങ്ങൾ എന്നെ തിരിച്ചു വിളിച്ചത് ഇവളെ സ്വീകരിക്കണമെന്ന് പറയാനല്ലേ? ഇവളോട് ചോദിച്ചു നോക്കൂ, ഞാൻ ഇവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. അങ്ങനെ സ്നേഹിച്ചതുകൊണ്ടാണ് ഞാൻ ഇവളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. നിങ്ങളെയെങ്കിലും ഇവൾ വഞ്ചിക്കാതിരിക്കട്ടെ. കരയാതെ സതി, പെട്ടെന്നുള്ള ആവശ്യത്തിന് അയാൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയതാണ്. ഞാൻ അയാളെ കണ്ട് അയാളുടെ തെറ്റിദ്ധാരണകൾ നീക്കാം.